ഫോർട്ട് കൊച്ചിയിൽ നിന്ന് കാണാതായ കുട്ടികളെ തിരുവനന്തപുരത്ത് നിന്ന് കണ്ടെത്തി. 3 പേരെയും തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് കണ്ടെത്തിയത്. കളിച്ചുകൊണ്ട് നിന്നപ്പോൾ ആരോ ബോധം കെടുത്തിയെന്നും ബോധം വന്നപ്പോൾ തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ എത്തിയെന്നുമാണ് മൊഴി. എന്നാൽ ഇത് പോലീസ് വിശ്വാസത്തിലെടുത്തിട്ടില്ല. ഇവരുടെ വീട്ടിൽ നിന്നും 3000 രൂപ കളവ് പോയതായി രക്ഷിതാക്കൾ അറിയിച്ചുവെന്നും തമ്പാനൂർ SHO VM ശ്രീകുമാർ പറഞ്ഞു. 3 പേരും ഫോർട്ട് കൊച്ചി സ്വദേശികളാണ്. ഫോർട്ട് കൊച്ചിയിൽ കടലാസ് മാർക്കറ്റ് എന്ന് പറയുന്ന ഈ സ്ഥലത്തുള്ള കുട്ടികളാണ്. ആ കുട്ടികൾ ഒരു TD സ്കൂളിലാണ് പഠിക്കുന്നത്. 8ലും 9ലും പഠിക്കുന്ന കുട്ടികളാണ്. ഇവർ ഇന്നലെ 10 മണിയോടുകൂടി വീട്ടിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഇവർ പറയുന്നത് ഇവരെ ഫുട്ബോൾ കളിക്കാനായിട്ട് ഒരു മരപ്പാലം എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോയപ്പോൾ അവിടുന്ന് ഏതോ കുറച്ച് ആൾക്കാർ തട്ടിക്കൊണ്ടുപോയി എന്നൊക്കെയാണ് ഇവർ പറയുന്നത്. പക്ഷേ ഇതിനകത്ത് അതൊരു വസ്തുത അത് ശരിയാണെന്ന് തോന്നുന്നില്ല. കാര്യം ഇപ്പോൾ തമ്പാനൂർ ഇവർ വന്നിറങ്ങി എന്ന് പറയുന്നെങ്കിൽ റെയിൽവേ സ്റ്റേഷൻ വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് ഓട്ടോമാറ്റിക്കലി അങ്ങനെ തട്ടിക്കൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ പോലീസ് സ്റ്റേഷൻ വരേണ്ടതാണ്. അപ്പോൾ അവർ പോലീസ് സ്റ്റേഷൻ വരെ ഒന്നും ചെയ്തിട്ടില്ല. അവർ കറങ്ങി നടക്കുമായിരുന്നു. അങ്ങനെ ഈ യൂട്യൂബിലൊക്കെ വാർത്ത കണ്ടിട്ട് ഓട്ടോറിക്ഷ ഡ്രൈവറാണ് പോലീസിനെ അറിയിക്കുന്നത്. പോലീസ് കൃത്യമായി അവിടെ ഇടപെട്ടു. നമ്മൾ തമ്പാനൂർ പോലീസ് ഇടപെട്ട് അവരെ പിടിച്ചു. അപ്പോൾ പിടിച്ചത് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് വീട്ടിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം വീട്ടിൽ കുറച്ച് പൈസ കണ്ട് കളവ് പോയതായിട്ട് വീട്ടുകാരും പറയുന്നുണ്ട്. അപ്പോൾ അത് മാതാപിതാക്കളെ വിവരം അറിയിച്ചു. അവർ വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ മുഹമ്മദ് അഫ്രീദിൻ്റെ ഉമ്മയും ബാപ്പയും വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ കൂടുതൽ വിവരങ്ങളുമായി കമലേഷ് ചേരുന്നു. കമലേഷ്, ഇങ്ങനെ കറങ്ങാനിറങ്ങി പെട്ടുപോയതാകാം കുട്ടികൾ, പക്ഷെ വലിയ അപകടത്തിൽ നിന്ന് പോലീസ് രക്ഷിക്കുന്നു. എന്തായാലും കുട്ടികളെ തമ്പാനൂരിൽ നിന്ന് പിടികിട്ടുന്നു. ഇനിയിപ്പോൾ കുട്ടികളെ വീട്ടുകാർക്ക് കൈമാറും മറ്റ് പ്രൊസീജിയറുകളൊക്കെ പാലിച്ച ശേഷം അല്ലേ? തീർച്ചയായും അജിം ഷാദി, ഇന്നലെയാണ് ഈ കുട്ടികളെ കാണാതാവുന്നത്. ഇത് സംബന്ധിച്ച് ഫോർട്ട് കൊച്ചി പോലീസിലാണ് അവർ പരാതി നൽകിയത്, ഈ കുട്ടികളുടെ ബന്ധുക്കൾ. അതുപ്രകാരം ഫോർട്ട് കൊച്ചി പോലീസ് ഈ കേസ് എടുത്തിട്ടുണ്ട്. അവിടെ നിന്നും മറ്റ് സ്റ്റേഷനുകളിലേക്ക്, സംസ്ഥാനത്തെ വിവിധ സ്റ്റേഷനുകളിലേക്ക് അവർ മെസ്സേജ് പാസ് ചെയ്യുകയും കുട്ടികൾക്കായുള്ള തെരച്ചിൽ നടത്തുകയും ചെയ്തിരുന്നു. അതിൻ്റെ ഭാഗമായാണ് ഇന്ന് പുലർച്ചെ 3:30 തമ്പാനൂർ പോലീസ് ഈ റെയിൽവേ സ്റ്റേഷൻ പരിസരവും ബസ് സ്റ്റാൻഡ് പരിസരവും ഒക്കെ പരിശോധിച്ചത്. ഇതിനിടയിലാണ് ഇത്തരത്തിൽ ഈ കുട്ടികളെ കണ്ടെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഓട്ടോറിക്ഷ തൊഴിലാളികളടക്കം ഈ വിവരം പോലീസിനെ അറിയിക്കുകയും അങ്ങനെ കുട്ടികളെ കണ്ടെത്തുകയുമായിരുന്നു എന്നാണ് SHO പറഞ്ഞിട്ടുള്ളത്. ഏതായാലും ഈ കുട്ടികളെ പോലീസ് ചോദ്യം ചെയ്തപ്പോൾ, അല്ലെങ്കിൽ ഇവരുടെ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞപ്പോൾ ഇവരെ ആരോ ഒരു ഫുട്ബോൾ കളിക്കാനായി ഇവർ പുറത്തേക്ക് പോയി. അവിടെ നിന്നും ഇവരെ ആരോ തട്ടിക്കൊണ്ടുപോയി അവരെ ഒരു ഗോഡൌണിൽ പാർപ്പിച്ചു. അവിടെ നിന്ന് രക്ഷപ്പെട്ട് തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തുകയായിരുന്നു എന്ന മൊഴിയാണ് കുട്ടികൾ പോലീസിന് നൽകിയിട്ടുള്ളത്. പക്ഷേ ആ മൊഴി പോലീസ് വിശ്വാസത്തിലെടുത്തിട്ടില്ല. ആ തരത്തിലുള്ള എന്തെങ്കിലും കാര്യങ്ങൾ, അതായത് ഈ കുട്ടികളുടെ ദേഹത്ത് എന്തെങ്കിലും പാടുകളോ ഈ ഒരു ബലപ്രയോഗം നടന്നതിൻ്റെതായ ലക്ഷണങ്ങളോ ഒന്നുമില്ല. കുട്ടികൾക്ക് കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങളോ ഒന്നുമില്ല എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കിയിട്ടുള്ളത്. ഇവർ 8ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലും പഠിക്കുന്ന വിദ്യാർത്ഥികളാണ്. മുഹമ്മദ് അഫ്രീദി, മുഹമ്മദ് ഹഫീസ്, അതുപോലെ തന്നെ അദീൻ മുഹമ്മദ്, ഈ 3 കുട്ടികളാണ്. ഇവർ അയൽവാസികളാണ്, ഒരുമിച്ച് പഠിക്കുന്ന കുട്ടികളൊക്കെയാണ് എന്നുള്ളതാണ്. ഏതായാലും ഈ കുട്ടികളുടെ വീട്ടുകാർ ഈ പരാതി നൽകുന്ന സാഹചര്യത്തിൽ തന്നെ ഒരു 3000 രൂപ വീട്ടിൽ നിന്നും നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുകൂടി പോലീസിനെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കുട്ടികൾ എങ്ങോട്ടെങ്കിലും യാത്ര പോയതാകാമെന്ന ഒരു ധാരണയിൽ തന്നെയാണ് പോലീസ് ഉണ്ടായിരുന്നത്. ആദ്യഘട്ടത്തിൽ ഇവർ ഗോവയിലേക്ക് പോകാനുള്ള എന്തോ ശ്രമം കുട്ടികൾക്കുണ്ടായിരുന്നു. ഗോവയിലേക്കുള്ള ദൂരം ഈ ഫോണിൽ സെർച്ച് ചെയ്തതായൊക്കെ പോലീസ് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് തമ്പാനൂരിൽ നിന്നും കുട്ടികളെ കണ്ടെത്തിയിട്ടുള്ളത്. മറ്റ് പ്രയാസങ്ങളൊന്നുമില്ല. മാതാപിതാക്കളെല്ലാം തന്നെ ഏതായാലും ആശ്വാസം കൊള്ളാൻ പറ്റുന്നൊരു വാർത്ത തന്നെയാണിത്. പക്ഷേ കുട്ടികൾ എന്തിന് ഇങ്ങനെ പോയി എന്ന കാര്യത്തിൽ ഒരു വ്യക്തത ഇനിയും പോലീസിന് വന്നിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഏതായാലും ഫോർട്ട് കൊച്ചി പോലീസാണ് ഈ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അതുപ്രകാരം ഫോർട്ട് കൊച്ചി പോലീസിനെ തമ്പാനൂർ പോലീസ് ഈ വിവരം അറിയിച്ചിട്ടുണ്ട്. അല്പസമയത്തിനകം ഫോർട്ട് കൊച്ചി പോലീസ് എത്തും. കുട്ടികളെ ഫോർട്ട് കൊച്ചി പോലീസിന് കൈമാറുമെന്നാണ് SHO വ്യക്തമാക്കിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഈ അഫ്രീദിയുടെ മാതാപിതാക്കളെയും വിവരം അറിയിച്ചിട്ടുണ്ട്. അവരും തമ്പാനൂരിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. അജിം ഷാദ്. ശരി കമലേഷാണ് വിവരങ്ങൾ, വിശദാംശങ്ങൾ നൽകിയത്.